നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ടു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കത്തിൽ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് 10% തീരുവ ബാധകമാകും. ആഗോള വ്യാപാര യുദ്ധത്തിന് സാധ്യത തുറക്കുന്ന പ്രഖ്യാപനത്തിൽ ഏറ്റവും കുറഞ്ഞ തീരുവയിലാണ് ഗൾഫ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറിൽ നിന്നും മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 10% അടിസ്ഥാന നികുതി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ താരിഫിലാണ് ഗൾഫ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയത്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ നികുതി പ്രഹരം പ്രമുഖ ഗൾഫ് രാജ്യങ്ങളെ പ്രത്യക്ഷത്തിൽ സാരമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ചൈനയ്ക്കും ഇന്ത്യക്കുമെല്ലാം കനത്ത തത്തുല്യ ചുങ്കം ചുമത്തിയപ്പോൾ മിക്ക ഗൾഫ് രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നികുതി ഘടനയിൽ കുറഞ്ഞ നിരക്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം 10% തത്തുല്യ ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ചുമത്തിവരുന്ന നികുതി കുറവാണെന്നതാണ് പ്രധാന കാരണം. എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങൾ മറ്റു വ്യാപാര മേഖലകളിലും അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്നത് ട്രംപിന്റെ പ്രഹരത്തിന്റെ ശക്തി കുറച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കാര്യമായ കയറ്റുമതി നടക്കാത്തതിനാൽ 10% തത്തുല്യ ചുങ്കം പോലും ഗൾഫ് രാജ്യങ്ങളുടെ വ്യാപാരത്തെ സാരമായി ബാധിക്കില്ല. മാത്രമല്ല, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 5% കുറഞ്ഞ നികുതിയാണ് ചുമത്തിവരുന്നത്. 2024 ഖത്തറുമായുള്ള US മൊത്തം ചരക്ക് വ്യാപാരം $5.6 ബില്യൺ ആയിരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. ഒബ്സർവേറ്ററി ഓഫ് ഇക്കണോമിക് കോംപ്ലക്സിറ്റി പ്രകാരം 2023 ഖത്തർ $2.1 ബില്യൺ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. സംസ്കരിച്ച പെട്രോളിയം, നൈട്രജൻ വളങ്ങൾ, അസംസ്കൃത അലൂമിനിയം എന്നിവയായിരുന്നു പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഖത്തറിന്റെ US കയറ്റുമതി വാർഷികാടിസ്ഥാനത്തിൽ 5.97% വളർച്ചയാണ് കൈവരിച്ചത്. 2018 $1.57 ബില്യൺ നിന്ന് 2023 $2.1 ബില്യൺ ഇക്കാലയളവിൽ വർധനവ് രേഖപ്പെടുത്തിയത്. പുതുതായി പ്രഖ്യാപിച്ച സാർവത്രിക താരിഫുകൾ ശനിയാഴ്ച പ്രാബല്യത്തിൽ വരും. വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ പുതിയ ഇറക്കുമതിക്ക് പരസ്പര താരിഫുകൾ ഏപ്രിൽ 9 മുതൽ പ്രാബല്യത്തിൽ വരും. അൻവർ പാലേരി, 24 ദോഹ. കുവൈറ്റിലെ ആകെ ജനസംഖ്യ 49 ലക്ഷത്തിലെത്തി. രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം സാൽമിയയാണ്. വിദേശികളിൽ 20% ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ പൗരന്മാർ ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ 2024 കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം സാൽമിയയാണ്. 3,21,190 പേർ ഇവിടെ താമസിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഫർവാനിയ, ജലീബൽ ഷുവേഖ്, ഹവല്ലി, മഹബുല്ല എന്നിവയാണ് യഥാക്രമം തുടർന്നുള്ള സ്ഥാനങ്ങളിൽ വരുന്ന പ്രദേശങ്ങൾ. 2023 കണക്കുകൾ പ്രകാരം കുവൈറ്റിലെ ആകെ ജനസംഖ്യ 49 ലക്ഷമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കുവൈറ്റി പൗരന്മാരിൽ 49% പുരുഷന്മാരും 51% സ്ത്രീകളുമാണ്. അതേസമയം വിദേശികളിൽ 66% പുരുഷന്മാരും 34% സ്ത്രീകളുമാണുള്ളത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 15 വയസ്സിന് താഴെയുള്ളവർ 17%, 15 മുതൽ 64 വയസ്സ് വരെയുള്ളവർ 80%, 65 വയസ്സിന് മുകളിലുള്ളവർ 3% എന്നിങ്ങനെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വിദേശികളിൽ 20% ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ പൗരന്മാരാണ് ഉള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ഈജിപ്ഷ്യൻ പൗരന്മാർ 13%. ആകെ തൊഴിൽ മേഖലയിൽ 22,47,029 തൊഴിലാളികളിൽ 23% പൊതുമേഖലയിലും 77% സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്നു. പൊതുമേഖലയിലെ കുവൈറ്റികളുടെ ശതമാനം 77.52%, എന്നാൽ സ്വകാര്യ മേഖലയിലെ കുവൈറ്റികളുടെ ശതമാനം 4.1% മാത്രമാണ്. ജലിൻ റിപ്രയാർ, 24 കുവൈറ്റ്. ക്ലാസിക് നാടകങ്ങൾ കാണാൻ അവസരമൊരുക്കി ഷാർജ നിക്ഷേപ വികസന അതോറിറ്റി. അൽ ഖസ്ബയിലെ മസ്ര അൽ ഖസ്ബ തിയേറ്ററിലാണ് നാടക പ്രദർശനങ്ങൾ ഒരുങ്ങുന്നത്. 8 മാസത്തെ നാടകകാലത്തിനാണ് ഷാർജയിൽ തുടക്കമായിരിക്കുന്നത്. ഷാർജ നിക്ഷേപ അതോറിറ്റി തിയേറ്റർ രംഗത്ത് പ്രശസ്തരായ H2 പ്രൊഡക്ഷൻസുമായി ചേർന്നാണ് പ്രദർശനം ഒരുക്കുന്നത്. ഡിസംബർ 7 വരെ വിവിധ ദിവസങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന നാടകങ്ങളുടെ പട്ടികയിൽ സിൻഡ്രല്ല, ട്രഷർ ഐലൻഡ്, പിനോക്കിയോ, എറൗണ്ട് ദി വേൾഡ് ഇൻ 80 ഡേയ്സ്, സ്നോ വൈറ്റ് ആൻഡ് ദി 7 ഡോഫ്സ് എന്നിങ്ങനെ നാടക കഥാപ്രേമികളുടെ മനം കവർന്ന മികച്ച നാടകങ്ങൾ അരങ്ങിലെത്തും. സിൻഡ്രല്ലയാണ് ആദ്യം പ്രദർശിപ്പിക്കുക. This is the first time that we've actually announced a full season. We've got a full season of shows, currently doing Cinderella and
In June, we have Pirates Treasure Island, then followed by Pinocchio in August, Around the World in 80 Days in October, and right through till Christmas. Well, Christmas. Did you say Christmas over here? I guess we can. It's still celebrated over here, isn't it? Yeah. So, yeah, the festive season then. We'll call it the festive season. ഈ വർഷത്തെ സീസൺ കൂടുതൽ സജീവമാക്കാനാണ് നാടകമേള ഒരുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സാഹിത്യത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ഇടം നൽകുക എന്ന ഷാർജയുടെ കാഴ്ചപ്പാടിനോട് ചേർന്ന് ലോകോത്തര നിലവാരത്തിലുള്ള വിനോദമൊരുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അൽ ഖസ്ബ, അൽ മജാസ് വാട്ടർഫ്രണ്ട് എന്നീ വിനോദ കേന്ദ്രങ്ങളുടെ മാനേജർ ഖാലിദ് അൽ അലി പറഞ്ഞു. 24 ദുബായ്. കോഴിക്കോട് നാദാപുരം സ്വദേശി ഖത്തറിൽ അന്തരിച്ചു. ചേലക്കാട് കുളങ്കരത്ത് അബ്ദുൾ മജീദാണ് മരിച്ചത്. ദോഹ റോട്ടാന റെസ്റ്റോറന്റിൽ ജീവനക്കാരനായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയതായി KMCC ഖത്തർ അൽ ഹിസാൻ മയ്യിത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മാസപ്പടി കേസിൽ കുറ്റപത്രം നൽകിയതോടെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് SFIO. വീണ ഉൾപ്പെടെയുള്ളവർക്ക് SFIO ഉടൻ സമൻസ് അയക്കും. അതേസമയം ഷെഡ്യൂൾഡ് ഓഫൻസ് വന്നതോടെ EDയും കേസിൽ അന്വേഷണം തുടങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് 24-നോട് പറഞ്ഞു. മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കുകയാണ് ആദ്യ നടപടി. കുറ്റപത്രം 3 മാസം മുൻപ് തയ്യാറായിരുന്നതായാണ് വിവരം. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ അനുമതിക്കായി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് SFIO സമർപ്പിച്ചിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പച്ചക്കൊടി കാട്ടുകയും ഡൽഹി ഹൈക്കോടതി സ്റ്റേ ആവശ്യം തള്ളുകയും ചെയ്തതോടെ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ തങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസിൽ ED അന്വേഷണം ആരംഭിച്ചു. SFIOയിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ED തേടിയിട്ടുണ്ട്. പ്രതികളെ EDയും വൈകാതെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. ഇതിനിടെ SFIO കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ്. 24 തിരുവനന്തപുരം. SFIO നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും പ്രതിരോധ വലയം തീർക്കുകയാണ് CPM നേതൃത്വം. വീണ വിജയനെ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നുമാണ് CPMന്റെ നിലപാട്. മുഖ്യമന്ത്രിയും കുടുംബത്തെയും വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം കുറ്റപ്പെടുത്തി. SFIO അന്വേഷണം സ്റ്റേ ചെയ്യാൻ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹതയെന്ന് CPIM കരുതുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതി ചേർത്തത് പാർട്ടിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമെന്നാണ് CPIM വിലയിരുത്തൽ. കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIMനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലുള്ള കേന്ദ്ര ഏജൻസി നീക്കത്തെയും സംശയത്തോടെയാണ് പാർട്ടി കാണുന്നത്. കേസിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPIM. Well, we've already stated it earlier also. If they think they can target the chief minister by doing such things against his family members, we are prepared to face it, and I'm sure this will be fought politically and legally. കേന്ദ്ര ഏജൻസിയുടെ നീക്കം മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള ശ്രമമാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം. From the very beginning, we are saying how the central agencies, how various agencies are being utilized against Chief Minister's office, Chief Minister's family, Chief Minister himself. If there's anything that they will take the legal recourse and will fight it, no problem. പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി PB CC തെരഞ്ഞെടുപ്പുകൾ ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെയാണ് പിണറായി വിജയനെയും മകളെയും പ്രതിരോധിച്ച് നേതാക്കൾ കൂട്ടമായി രംഗത്തെത്തുന്നത് എന്നും ശ്രദ്ധേയം. 24 മധുര. മാസപ്പടി കേസിൽ വീണ വിജയനെ SFIO പ്രതി ചേർത്തതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് UDF ഒരുങ്ങുകയാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയിൽ രണ്ടു നീതിയെന്നാണ് VD സതീശന്റെ പ്രതികരണം. SFIO കുറ്റപത്രത്തിലെ വിവരങ്ങളും വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ രാജിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാജിവെച്ച് പുറത്തു പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. മാസപ്പടിയിൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പണം കൊടുത്ത കമ്പനി തന്നെയാണ് സേവനമൊന്നും നൽകിയിട്ടില്ലാതെ പറഞ്ഞത്.
അതിനെങ്ങനെ അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത്? അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പോരാടട്ടെ. പക്ഷേ ഇത് വായിക്കുന്ന ജനങ്ങളും നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് BJPയുടെയും തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയനെതിരെ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസും BJPയും സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. 24 തിരുവനന്തപുരം. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. ഭരണഘടനയ്ക്കെതിരായ മോദി സർക്കാരിന്റെ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ബില്ലിനെ പിന്തുണച്ച പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് NDA സഖ്യകക്ഷിയായ JDUവിൽ കൂട്ടരാജി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നിയമ നടപടിയിലേക്ക് തിരിഞ്ഞത്. ബിൽ മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വഖഫ് ബിൽ മുസ്ലിം സമുദായത്തോടുള്ള വിവേചനമാണെന്നും ഹർജിയിൽ പറയുന്നു. വഖഫ് നിയമ ഭേദഗതി ബിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം ബില്ലിനെ ചൊല്ലി NDAയിൽ പൊട്ടിത്തെറി. ബില്ലിനെ പിന്തുണച്ച പാർട്ടി നിലപാട് ചോദ്യം ചെയ്ത് JDUവിൽ കൂട്ടരാജിയുണ്ടായി. വഖഫ് ബില്ലിന്മേൽ വിശദമായ ചർച്ചകളാണ് നടന്നതെന്നും എന്നിട്ടും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ ആവർത്തിച്ചു. വിനീത VG 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് നാടകീയ നീക്കങ്ങൾ. ബില്ലിനെതിരായ നിയമസഭയുടെ പ്രമേയം BJP പ്രവർത്തകർ പ്രതീകാത്മകമായി കടലിലൊഴുക്കി പ്രതിഷേധിച്ചു. ആവശ്യമെങ്കിൽ മുനമ്പത്ത് ഭൂമി ഏറ്റെടുക്കാൻ നിയമനിർമ്മാണം നടത്താനാകുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. സമരത്തിൽ പങ്കെടുത്ത 50 പേർ BJPയിൽ ചേർന്നു. വഖഫ് ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പം സമരവേദിയിൽ ആഹ്ലാദ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും മുദ്രാവാക്യങ്ങൾ. മണിക്കൂറുകൾക്കുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മുനമ്പത്ത്. സമരത്തിന്റെ മുഖമായ ബെന്നി ജോസഫ്, നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല് വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആവുന്നു. മുനമ്പം സമരത്തിന്റെ ഭാഗമായ 50ഓളം പേർ BJPയിൽ അംഗത്വമെടുത്തു. പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം പ്രതീകാത്മകമായി BJP പ്രവർത്തകർ കടലിൽ താഴ്ത്തി. മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിന് പോംവഴികളുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സമരം വീണ്ടും ശക്തമാക്കുമെന്ന് ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നു. റവന്യൂ രേഖകൾ ലഭിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. അതേസമയം മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച ഇടക്കാല വിധി പറയും. 24 കൊച്ചി. വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നതിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം തുടരുകയാണ്. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ ആവർത്തിക്കുന്നു. മുനമ്പത്തെ പ്രശ്നം ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയില്ലെന്ന് UDFും LDFും വാദിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. വഖഫ് ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പം സമരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധിച്ചത് BJPക്ക്. 50 പ്രദേശവാസികളാണ് BJPയിൽ അംഗത്വമെടുത്തത്. വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങൾ ഇപ്പം കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ
ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ? JPC-യിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? മുനമ്പം സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. മുനമ്പത്തെ പ്രതിഷേധം തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ്. ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. ബില്ലിനെതിരായ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ചു. വഖഫ് ഭേദഗതി നിയമം മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും മുനമ്പത്തെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് RSPയുടെ നിലപാട്. ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലുള്ള മതാവകാശങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ഒരു കടന്നുകയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബില്ലിൽ പാർട്ടിയുടെ നിലപാടാണ് പാർലമെന്റിൽ വ്യക്തമാക്കിയതെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. CPM പാർട്ടി കോൺഗ്രസ് വാർത്തകളാണ്. കേന്ദ്ര സർക്കാരിനെ നവഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം CPM പാർട്ടി കോൺഗ്രസ് ഐക്യകണ്ഠ്യേന അംഗീകരിച്ചു. സ്വകാര്യ സർവകലാശാലയ്ക്കും പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം അംഗീകാരം നൽകി. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിനിധികൾ കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം മുഴക്കി. കേരള സർക്കാർ രാജ്യത്ത് ഒരു ബദലാണെന്ന് പാർട്ടി കോൺഗ്രസ് പ്രമേയം. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ 11 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നവഫാസിസ്റ്റ് തന്നെയെന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ആവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള കേരള നിലപാടിന് പാർട്ടി കോൺഗ്രസിൽ അംഗീകാരം ലഭിച്ചു. സംവരണ തത്വങ്ങൾ ഉൾപ്പെടെ പാലിക്കപ്പെടുമെന്നും സ്വകാര്യ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയനുകൾ ഉണ്ടാകുമെന്നും മറുപടി പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ പുറത്തേക്കുള്ള ഒഴുക്ക് തടയുകയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. ഗസയിലെ ഇസ്രയേൽ വംശഹത്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠേന പാസാക്കി. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അവതരിപ്പിച്ച പ്രമേയത്തെ മുഴുവൻ പ്രതിനിധികളും കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയാണ് അംഗീകരിച്ചത്. PB അംഗം BV രാഘവലു പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാളെ നടക്കുന്ന പൊതുചർച്ചയിൽ കേരളത്തിൽ നിന്നും PK ബിജു, ഡോക്ടർ R ബിന്ദു, PM മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിക്കും. കേരളം മാതൃകയാക്കിയുള്ള രാജ്യവ്യാപക പ്രചരണത്തിനാണ് പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയം ആഹ്വാനം ചെയ്യുന്നത്. കേരളത്തിൽ തുടർ ഭരണം തന്നെയാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറി. MA ബേബിയെ കൂടാതെ BV രാഘവലു, അശോക് ധാവളെ, മുഹമ്മദ് സലീം എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അവസാന മണിക്കൂറുകളിൽ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ MA ബേബി പാർട്ടിയുടെ തലപ്പത്തേക്കെത്തും. എന്നാൽ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമെന്നാണ് മുഹമ്മദ് സലീമിന്റെ പ്രതികരണം. സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത നിര്യാണത്തിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ പകരക്കാരനായിരുന്ന ചർച്ചകൾ CPIM-ൽ തുടങ്ങിയിരുന്നു. ബൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായത്തിനായിരുന്നു ആദ്യഘട്ടത്തിൽ മുൻതൂക്കം. എന്നാൽ ബൃന്ദ കാരാട്ടും നേതൃത്വവും അതിൽ താൽപര്യം കാട്ടിയില്ല. ബൃന്ദ കാരാട്ട് അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന സൂചനകൾ പോലും ഒഴിവാക്കാനാണ് അവരെ PB കോർഡിനേറ്റർ ആക്കാതിരുന്നത്. മഹാരാഷ്ട്രയിലെ കർഷക സമരങ്ങളിലൂടെ ശ്രദ്ധേയനായ അശോക് ധാവ്ലെയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിന്റെ സാധ്യതകളും CPIM പരിശോധിച്ചിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ധാവ്ലെ അവിടെ തുടരുന്നതാണ് ഗുണകരമെന്ന വിലയിരുത്തൽ അതും മാറ്റിവെച്ചു. പ്രായപരിധിയിൽ ഒഴിയുന്നവരെ മാറ്റി നിർത്തിയാൽ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ നേതാവാണ് BV രാഘവലു. എന്നാൽ ആന്ധ്രയിലെ ചാനൽ കൈമാറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രാഘവലുവിന് തിരിച്ചടിയാണ്. ഒരു ഘട്ടത്തിൽ PB അംഗത്വം രാജിവെച്ചതും രാഘവലുവിന് തടസ്സമായി മാറി. ബംഗാൾ ഘടകത്തിലും BV രാഘവലുവിനോട് മമതയില്ല. ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ. എന്നാൽ മുഹമ്മദ് സലീമിനെ ഡൽഹിക്ക് കൊണ്ടുവരുന്നത് തിരിച്ചുവരവിന് കഠിന ശ്രമം നടത്തുന്ന ബംഗാളിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് നേതൃത്വം കാണുന്നത്. അതോടെ മുഹമ്മദ് സലീമിന്റെ വഴിയും അടഞ്ഞു. ലാസ്റ്റ് ഡേ ദ സെൻട്രൽ കമ്മിറ്റി വിൽ ബി ഇലക്ടഡ്. വൺസ് ദ സെൻട്രൽ കമ്മിറ്റി വിൽ ഇലക്ടഡ്, ദ സെൻട്രൽ കമ്മിറ്റി വിൽ ഇലക്ട് ഇൻ ടേൺ ദി ജനറൽ സെക്രട്ടറി. ബൈ ദ ടൈം ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഹാവ് എനി ഗോസിപ്പ്. ഇതോടെയാണ് സ്വാഭാവിക സാധ്യതയായി കേരളത്തിൽ നിന്നുള്ള MA ബേബി മാറുന്നത്.
കേന്ദ്ര സെക്രട്ടറി അംഗമായ കാലം മുതൽ ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള എം എ ബേബി പോളിറ്റ് ബ്യൂറോയിലും സീനിയറാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകമായ കേരളത്തിന്റെ പിന്തുണ എം എ ബേബിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന വികാരത്തിലാണ്. എന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ അവസാന വാക്കായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഇതുമാത്രമാണ് എം എ ബേബിയുടെ സാധ്യതകൾക്ക് മുന്നിലുള്ള ആശങ്ക. പിണറായി വിജയൻ പിന്തുണച്ചാൽ എം എ ബേബി ഉറപ്പായും ജനറൽ സെക്രട്ടറിയാകും. പിണറായി പിന്തുണച്ചില്ലെങ്കിൽ കേരള പാർട്ടിയിൽ അത് വലിയ ഭിന്നതയ്ക്ക് വഴിവെക്കുകയും ചെയ്യും. മധുരയിൽ നിന്ന് ആർ ശ്രീജിത്ത്, 24. ഗോകുലം ഗ്രൂപ്പിന്റെ വിവിധ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ചെന്നൈയിൽ ഗോകുലം ചിറ്റ്സ് ഫണ്ട് ആസ്ഥാനത്തും കോഴിക്കോട് ഗോകുലം മാൾ, ഗോകുലം ഗ്രാൻഡ് എന്നിവിടങ്ങളിലും ഗോകുലം ഗോപാലിന്റെ ചെന്നൈയിലെ വസതിയിലുമായിരുന്നു പരിശോധന. അതേസമയം പരിശോധനയിൽ പ്രതികരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. എമ്പുരാൻ സിനിമയ്ക്കെതിരായ BJP നിലപാടാണ് ED നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് തെളിവാണിതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം വിമർശിച്ചു. പ്രതികാര നടപടിയെന്ന് NK പ്രേമചന്ദ്രൻ MP, വേട്ടയാടലെന്ന് MV ജയരാജൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള RSS ശ്രമമെന്ന് DYFI കുറ്റപ്പെടുത്തി. എന്നാൽ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല പരിശോധനയെന്നാണ് മുൻമന്ത്രിയും BJP നേതാവുമായ V മുരളീധരന്റെ അവകാശവാദം. അതിപ്പോ ആ സിനിമ കൊണ്ടുവന്നാണെന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ. മറ്റേ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് വാരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഗോപാലിന് വീട്ടിൽ ED കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും അറിയാതെ. I was saying that how the agencies, now you have added not only the central agencies but some of the state agencies, the state government run by the BJP, they use it for political purpose. Now the producers of the film are being targeted. എമ്പുരാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സിനിമ പ്രദർശനം ആരംഭിച്ച് 2 ആഴ്ചക്കുള്ളിൽ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ BJP മുന്നോട്ട് വെക്കുന്ന പകപോക്കൽ രാഷ്ട്രീയമാണ്. എമ്പുരാൻ്റെ വിവിധ ഭാഗങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി അണിയറ പ്രവർത്തകരെ നിർബന്ധിക്കും വിധത്തിലുള്ള സംഘപരിവാർ നേതാക്കളടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യക്തിഹത്യകൾ, അതിൻ്റെ കൂടി ഭാഗമാണ് നിർമ്മാതാവിന് നേരെ നടന്ന ED പരിശോധന. എമ്പുരാൻ സിനിമയ്ക്കെതിരായി ആ സിനിമയുടെ നിർമ്മാതാവിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി EDയെ അന്വേഷണ സംവിധാനത്തെ എല്ലാം അവർ ദുരുപയോഗിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ പ്രൊഡ്യൂസറുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ റെയ്ഡ് നടക്കുക. ഇതെന്താ വടക്കേ ഇന്ത്യയാണെന്ന് ഇവർ കരുതിയത്? ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? ആ ഏജൻസികൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയുമല്ല പ്രവർത്തിക്കുക. ആ ഏജൻസികൾക്ക് കിട്ടുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ നിയമപരമായിട്ട് നടപടിയെടുക്കാൻ ഉതകുന്ന യാതൊന്നുമില്ലെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല.